ഇടതുപക്ഷ മാതൃക എന്ന മുദ്രാവാക്യമുയർത്തി CPI പിറവം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കേരള വികസനം ഇടതുപക്ഷ മാതൃക എന്ന മുദ്രാവാക്യമുയർത്തി CPI പിറവം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിറവം തോട്ടഭാഗത്ത് സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുറെ ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഇതൊരു സാംസ്കാരിക പ്രതിരോധമാണ്. കേരളത്തിലെ വീട്ടുമുറ്റങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിന്റെ കാരണം രാഷ്ട്രീയം പറയാത്തൊന്നുമല്ല, വീട്ടുമുറ്റത്ത് ഒത്തുകൂടാത്തതാണ്. മുറ്റത്തും വരാന്തയിലും ആഴുമില്ല, അടഞ്ഞ വാതിലുകൾ. തെരുവുകളിൽ വെറുതെ ഇരുന്നിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും ലോകകാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട്. എന്റെ നാട്ടിലൊക്കെ അത്തരം ചർച്ചകളിലൂടെ ഉയർന്നു വന്ന വാക്കുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ശരീരങ്ങൾ ഒത്തുചേർന്നിട്ടാണ് കൃഷി ഉണ്ടായത്, മനസ്സുകൾ ഒത്തുചേർന്നിട്ടാണ് രാഷ്ട്രമുണ്ടായത്. രാഷ്ട്രം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ശരീരങ്ങളുടെ ഹാജരല്ല, എണ്ണം തകർക്കലല്ല, ഗണപരമായ വർധനവല്ല, ഗുണപരമായ വർധനവ. അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ നമുക്ക് എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഒട്ടേറെ അഴിമതിരഹിതമായി സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. ഗവൺമെന്റ് ആശുപത്രി എന്തായിരുന്നു നമുക്കറിയാം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാരതീയരെയും സിനിമയെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഇന്ന് ആ ഹോസ്പിറ്റൽ ഏതൊരു ഹോസ്പിറ്റലിനെയും സ്വകാര്യ ആശുപത്രിയെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ നമുക്ക് ആശുപത്രിയെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മുടെ ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദ ആശുപത്രിയിൽ ഇന്ന് മധുരമാതൃകയുടെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശുപത്രിക്ക്, ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്, ആശുപത്രിയിലേക്ക് ഒത്തിരി ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയും മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സബ് സെന്ററുകൾ, നമുക്ക് ഒട്ടേറെ സബ് സെന്ററുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് 50% സബ്സിഡി നെൽകർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ, AIYF ജില്ലാ സെക്രട്ടറി KR റെനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, CN സദാമണി, KC തങ്കച്ചൻ, അനന്തു വേണുഗോപാൽ, രാജീവ് പോൾ, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, അഖിൽ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നഗരസഭയുടെ തന്നെ ചെയർപേഴ്സൺ ആയതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നഗരസഭയിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി അത് പറയാൻ കഴിയും. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ആരോഗ്യ മേഖലയിൽ നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മുഖഛായയല്ല നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, മറ്റ് സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ സേവനത്തിലാണെങ്കിലും മറ്റ് ലാഭിക സൗകര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കണ്ണിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അർബൻ വെൽനസ് സെന്ററുകൾ നമുക്ക് കക്കാടും അതുപോലെ തന്നെ കോട്ടപ്പുറത്തും 2 അർബൻ വെൽനസ് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ഫാർമസിസ്റ്റിന്റെയും ലാബ് ടെക്നീഷ്യന്റെ അടക്കം സൗകര്യമുള്ള 2 അർബൻ വെൽനസ് സെന്ററുകളാണ്. അതിനകത്ത് ഒരു 5 രൂപ പോലും ഒരു OP ടിക്കറ്റിന് പോലും കൊടുക്കേണ്ടതായിട്ട് നമുക്കില്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർ, മാധ്യമ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ.
കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.